ഹലോ ഹായ് വണക്കം മക്കളെ വണക്കം. അങ്ങനെ ഇന്ന് ഗോളം എന്ന സിനിമയാണ് കണ്ടത്. ലേറ്റ് ആയിട്ടാണ് റിവ്യൂ വരുന്നത് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എന്നാലും സിനിമ കണ്ടതുകൊണ്ട് നമുക്ക് റിവ്യൂ ഇടാതിരിക്കാൻ പറ്റില്ല. സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പുതുമുഖ സംവിധായകന്റെ സിനിമ, അതും ഒരുപാട് പുതുമുഖങ്ങളെ അണിനിരത്തിക്കൊണ്ടിട്ടുള്ള ഒരു സിനിമ. സുപരിചിതരായിട്ടുള്ള മുഖങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. സിനിമാ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസ്ക് എടുത്തുകൊണ്ടാണ് ഈ സിനിമ വന്നിരിക്കുന്നതെന്ന് പറയാൻ പറ്റും. കാരണം അത്രയേറെ പുതുമുഖങ്ങളെ ഇതിൽ അണിനിരത്തിയിട്ടുണ്ട്. സോ ഇതിൽ എങ്ങനെ ആയിരിക്കും, പ്രേക്ഷകർ ഏറ്റെടുക്കുമോ ഇല്ലയോ എന്നുള്ള നൂറുകണക്കിന് ചോദ്യങ്ങൾ അവരുടെ മനസ്സിലുണ്ടാവും. പക്ഷെ അതൊന്നുമല്ല, ഒരു നല്ല സിനിമയാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ അഭിനേതാക്കളുടെ മുഖമോ അല്ലെങ്കിൽ നിറമോ ഇതൊന്നും ആയിരിക്കില്ല പ്രേക്ഷകർ നോക്കുന്നത്. ആ കണ്ടന്റ് അവരെങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത്, അതിൽ അവരെങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് മതി. അതെല്ലാം നല്ലതാണെങ്കിൽ പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കും എന്നുള്ളതിന്റെ നല്ലൊരു ഉദാഹരണമാണ് ഇന്ന് ഈ ഗോളം എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് തിയേറ്ററിൽ ഞാൻ കണ്ട റെസ്പോൺസ്. സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ടൈപ്പ് മൂവിയാണ്. ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, അതിനെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. സോ സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് കഥാപാത്രങ്ങളെ കാണിക്കുന്നുണ്ട്. ഈ കഥാപാത്രങ്ങളെ എല്ലാം അവർ പ്ലേസ് ചെയ്യാൻ വളരെ ചുരുക്കം സമയം മാത്രമേ എടുക്കുന്നുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്ക് കറക്റ്റ് ട്രാക്കിലേക്ക് സിനിമ കയറുന്നു. ആ ട്രാക്കിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു സാധാരണ പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, സിനിമ തീരുന്നത് വരെ നമുക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് മനസ്സോ കണ്ണോ മാറ്റി നിർത്താൻ പറ്റില്ല. കാരണം അത് മനോഹരമായ എഴുത്തിൻ്റെയും ആ സംവിധാനത്തിൻ്റെയും ഒരു ഗുണം തന്നെയാണ്. സിനിമയ്ക്ക് വേണ്ടിയിട്ട് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് സംജാതും പ്രവീൺ വിശ്വനാഥും ചേർന്നിട്ടാണ്. എന്തായാലും ആ ഒരു സ്ക്രിപ്റ്റിനെ കുറിച്ച് ഞാൻ ആദ്യം പറയാം. കാരണം ഒരു സിനിമയുടെ ഏറ്റവും വലിയ അടിത്തറ എന്ന് പറയുന്നത് ആ ഒരു സ്ക്രിപ്റ്റാണ്. ആ സ്ക്രിപ്റ്റിൽ എവിടെയെങ്കിലും പാളിയാൽ അത് സിനിമയിൽ നന്നായിട്ട് പാടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നവരുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. എന്തായാലും ഈ ഒരു സ്ക്രിപ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ നന്നായിട്ട്, അതായത് ഒരു ഓഡിയൻസ് ഇത് കണ്ടിറങ്ങുമ്പോൾ അവന്റെ ഉള്ളിൽ ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഇനി സിനിമയുടെ മെയിൻ എലമെന്റ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ സ്റ്റാർട്ടിങ് ടു എൻഡിങ് വരേക്കും നമ്മളും ആ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമാവുകയാണ്. അത് എഴുത്തിന്റെ ഒരു ഗുണം തന്നെയാണ്. കറക്റ്റായിട്ട്, അതായത് എന്താണോ അവർ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് പ്രേക്ഷകരെ കൊണ്ടുവരിക. അവിടെ നിന്ന് ഇവരെ ഡീവിയേറ്റ് ചെയ്ത് വേറൊരിടത്ത് കൊണ്ടുപോയി, പിന്നെ മറ്റിടത്ത് കൊണ്ടുപോയി, പിന്നെ തിരിച്ചിവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഇടുന്ന ഒരു പരിപാടിക്ക് ഉപരി പ്രേക്ഷകന്റെ മനസ്സിലേക്ക് ഒരു ക്യൂരിയോസിറ്റി കീപ്പ് ചെയ്യുക. ആ ക്യൂരിയോസിറ്റിയെ നിലനിർത്താനുള്ള എല്ലാ എലമെന്റ്സും ആഡ് ചെയ്ത് എൻഡ് വരേക്കും അവർക്ക് ആ കറക്റ്റ് ഒരു പ്ലേസിങ് ഉണ്ടല്ലോ, അത് കൃത്യമായിട്ട് കൊടുക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത് അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് വൈസ് ഒരാളെ മാറ്റി നിർത്താനില്ല, എല്ലാവരും അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാനിതിന്റെ കാസ്റ്റ് ലിസ്റ്റ് എടുത്തു വെച്ചു, കാരണം എല്ലാവരുടെയും പേര് പറയണം. പുതിയ ആൾക്കാരാണെങ്കിലും അവരിൽ പല ആൾക്കാരും പുതിയ ആൾക്കാരാണ്. പക്ഷെ അതൊന്നും ഫീൽ ചെയ്യിപ്പിക്കാത്ത രീതിയിലുള്ള കിടിലൻ പെർഫോമൻസുകളാണ് എല്ലാവരുടെയും സൈഡിൽ നിന്നുണ്ടായത്. ദിലീഷ് പോത്തൻ, രഞ്ജിത്ത് സജീവ്, പുള്ളിയാണ് മെയിൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. പുള്ളിയെക്കുറിച്ച് കുറെ ആൾക്കാർ പറഞ്ഞു ഇദ്ദേഹത്തിനെ മാറ്റിയിട്ട് വേറെ ആരെങ്കിലും വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് എത്തിയനെ. ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളത് ഇന്ന് തിയേറ്ററിൽ നിന്ന് മനസ്സിലായി. അതുപോലെ തന്നെ പുള്ളിയുടെ പെർഫോമൻസിനെ കുറെ ആൾക്കാർ പറഞ്ഞു. പക്ഷെ എനിക്ക് ഇന്ന് തോന്നിയൊരു കാര്യം, പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കുറ്റാന്വേഷകൻ അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസറിന്റെ മുഖത്ത് എന്ത് ഭാവമാണ് വേണ്ടത് അത് അദ്ദേഹത്തിനുണ്ട്. അത് കൃത്യമായിട്ട് അദ്ദേഹം സിനിമ തീരുന്നത് വരെ കീപ്പ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുള്ളിയുടെ ബോഡി ബിൽഡിംഗ് എടുത്ത് പറയണം, നന്നായിട്ടുണ്ട് കേട്ടോ. സൂപ്പർ. നിങ്ങൾ കാണോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല, എന്താണെങ്കിലും ആ കാര്യത്തിൽ നിങ്ങൾ പൊളിയാണ് കേട്ടോ. ഇനി അതുപോലെ തന്നെ നൈനാൻ കെ അലക്സ്, സിദ്ദിഖയുടെ കഥാപാത്രവും സൂപ്പറായിരുന്നു. സണ്ണി വെയിൻ, അദ്ദേഹത്തിന്റെ കഥാപാത്രവും നൈസാണ്. ആശാ മഠത്തിൽ ഡോക്ടറായിട്ട് വരുന്നത്, അവരും സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. കാർത്തിക് ശങ്കർ എൻ്റെ ഒരു പഴയ സുഹൃത്താണ്, അദ്ദേഹം എന്നെ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിവേ എന്താണെങ്കിലും അദ്ദേഹം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ചിന്നു ചാന്ദിനി നായർ, പുള്ളിക്കാരി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അലൻസിയർ സൂപ്പർ കഥാപാത്രമാണ്. റഹീം എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസറിന്റെ കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ചില കൗണ്ടറുകൾ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അൻസൽ പള്ളുരുത്തി, ശ്രീകാന്ത് മുരളി, അഞ്ജന ബാബു, സുധി കോഴിക്കോട്, പ്രവീൺ വിശ്വനാഥ്, പ്രിയ ശ്രീജിത്ത്, ശീതൽ ജോസഫ്, അല എസ് നയന, അനു അനന്തൻ. അനു മച്ചാനെ, നിന്നെ പറയാതിരിക്കാൻ പറ്റൂല, കാരണം നീ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാം കോമഡി കഥാപാത്രങ്ങളാണ്. പക്ഷെ ഈ സിനിമയിലേക്ക് വരുമ്പോഴത്തേക്ക് നീ നല്ലൊരു മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചു. വലിയ സന്തോഷം. അതുപോലെ തന്നെ നിന്നെ സ്ക്രീനിൽ കാണുമ്പോഴത്തേക്കും കിട്ടിയൊരു സന്തോഷം കുറച്ച് കൂടുതലുണ്ടായിരുന്നു. കാരണം എൻ്റെ ഒരു സുഹൃത്ത്, നമ്മുടെ എനിക്ക് പരിചയമുള്ള ഒരുപാട് ആൾക്കാർ സ്ക്രീനിൽ ഇപ്പോൾ കാണുമ്പോഴത്തേക്ക് എനിക്ക് ആ സന്തോഷമുണ്ട്. അപ്പോൾ നിന്നെയും ഇത്തവണ ഈ ഒരു ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോൾ, അതും നല്ലൊരു തിരക്കിനിടയിൽ കണ്ടപ്പോൾ വലിയ സന്തോഷം. ഇനി ഉയരങ്ങളിലെത്തട്ടെ. ഗായത്രി സതീഷ്, രമാദേവി, റിൽന, ഗൗരി പാർവതി, ഉണ്ണി ദേശപോഷിണി, ആരിഫ ഹിന്ദ്, ഇതിൽ ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അതുപോലെ തന്നെ ഇതിനകത്ത് സെക്യൂരിറ്റി ആയിട്ട് വരുന്നൊരു ചേട്ടനുണ്ട്. ചേട്ടനും പൊളിയാണ്. ചേട്ടൻ്റെ വൈഫായിട്ട് വരുന്ന ഒരു കഥാപാത്രമുണ്ട്.
സുശീല ചേച്ചി, അങ്ങനെ എന്തോ ആണ് ആ ചേച്ചിയുടെ കഥാപാത്രത്തിന് പേര്. പുള്ളിക്കാരിയും അടിപൊളിയാണ്. സോ ഇതിൽ ആരെയും മാറ്റി നിർത്താൻ പറ്റത്തില്ല. എല്ലാവരും ഒന്നിനൊന്നിനും നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. ഇനി ഇതിന്റെ സിനിമാറ്റോഗ്രാഫിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ആ വർക്കും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയാണ്. അതിന് ഏത് മൂഡിലുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ് ആവശ്യം, ഈ സിനിമയുടെ ഒരു ട്രീറ്റ്മെന്റ് സ്റ്റൈൽ എന്താണ്, അതിനൊക്കെ അനുസരിച്ചിട്ടുള്ള ഒരു നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ആ കറക്റ്റ് ബീറ്റ്സും കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്ന് വെച്ച് അതിന്റെ ക്ലൈമാക്സ് വരേക്കും ഒരു പ്രേക്ഷകനെ എൻഗേജ്ഡ് ആക്കുന്ന കാര്യത്തിൽ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. സോ ടോട്ടലി പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം കൊണ്ടും നല്ല കട്ട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം കൊണ്ടും ആ സിനിമ നല്ല ഒരു സിനിമയായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. ഇപ്പോൾ ഞാനിതിന്റെ കറക്റ്റ് ഒരു ട്രാക്കിലേക്ക് കയറിയിടം തൊട്ട് പിന്നീട് ഇങ്ങോട്ട് വരേക്കും എന്താണ്, എങ്ങനെയാണ്, ആരാണ്, എങ്ങനെയാണ് ഇത് എന്നുള്ള ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ആ ഒരു കുറ്റാന്വേഷകനും ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും. പല ഇൻസിഡൻസിനെയും നമ്മൾ റീതിങ്ക് ചെയ്യും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു മൂവിയാണ്. പിന്നെ ഇതിനകത്ത് ലോജിക്ക് ആലോചിക്കണം, അവന്മാരെ മണ്ട അടിച്ചു പൊളിക്കണം. കാരണം അവന്മാരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനകത്ത് ഇനിയിപ്പോ OTT വല്ല റിലീസ് വരുമ്പോഴത്തേക്ക് അവിടെ അങ്ങനെ ഒരു സാധനം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഒരു മിസ്റ്റേക്ക് അല്ലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വരണവന്മാരെ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ വായിൽ കുറച്ച് മണ്ണ് വാരി പൊത്തി കൊടുത്തിട്ട് അങ്ങ് വിട്ടേക്കണം. ഇതിൽ വലിയ വലിയ സ്റ്റാർ കാസ്റ്റിംഗ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അധികം ആരും ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയാൻ വലിയ പാടാണ്. എനിവേ, എന്താണെങ്കിലും ഇന്ന് വലിയൊരു പ്രേക്ഷക സമൂഹത്തിന്റെ കൂടെ ഈ സിനിമ കാണാൻ പറ്റിയെന്നുള്ളത് തന്നെ വലിയ സന്തോഷം. ഒരു ചെറിയ സിനിമയ്ക്ക്, അതും നല്ലൊരു സിനിമയ്ക്ക് കിട്ടുന്ന ഒരു വരവേൽപ്പ് തീർച്ചയായിട്ടും ഇന്നും കാണാൻ സാധിച്ചു. അപ്പോൾ ഇൻഷോർട്ട് മല്ലു ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 3/5 ആണ്. ഒരു സാധാരണ പ്രേക്ഷകൻ തിയേറ്ററിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഈ സിനിമയിൽ പറയുന്നുള്ളൂ. അതും വളരെ നൈസായിട്ട് പറയുന്നുണ്ട്. നമുക്ക് ചർച്ചയാക്കേണ്ട വിഷയങ്ങൾ പോലും ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെ നല്ല രീതിയിൽ വിമർശിക്കാനുള്ള ചില കാര്യങ്ങൾ നന്നായിട്ട് വിമർശിച്ചിട്ടുണ്ട്. ടോട്ടലി ഒരു സാധാരണ പ്രേക്ഷകന് കണ്ടു തീരുമ്പോൾ കൊള്ളാലോ, നല്ലൊരു സിനിമയാണ്, അടിപൊളി ഒരു സിനിമയാണ് എന്ന് പറയാൻ പറ്റുന്ന എല്ലാം തികഞ്ഞ ഒരു നല്ല സിനിമ എന്നുള്ള പേരിൽ തന്നെയാണ് ഗോളം തീർത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. സോ എന്താണെങ്കിലും ആ സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതും ഇതുപോലെ മനോഹരമായിട്ട് പ്രവീൺ വിശ്വനാഥും സംജാവും ചേർന്ന് എഴുതി നല്ല രീതിയിൽ ആറ്റിക്കുറുക്കിയിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇതിലെ തിരക്കഥ അത് വേണമെന്ന് വെച്ചാൽ അത്രയും വർക്ക് ചെയ്തത് കൊണ്ട് തന്നെയാണ് ആ ഒരു സിനിമയ്ക്ക് ഇത്രയും നല്ലൊരു ക്വാളിറ്റി, ആ ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റി ഫീൽ ചെയ്തത്. അപ്പോൾ കൂടുതലൊന്നും പറയില്ല. നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവർക്ക് കൂടി കാണാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള ചെറിയ സിനിമകളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. തീർച്ചയായിട്ടും നല്ലൊരു സിനിമ ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത്. എനിവേ, കൂടുതലൊന്നും പറയാനില്ല. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, കട്ടയ്ക്ക് കൂടെ ഉണ്ടാവുക. പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരും. അതുവരേക്കും